ഒരു ലോകത്ത് ഏറ്റവും മനുഷ്യൻ്റെ പീഡനം എന്നറിയോ? മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ദുർവിധി. കാരണം ഞാൻ ശരിയാടോ ഒന്ന് വിശ്വസിക്കണോ എന്ന് ആരോട് നമ്മൾ മാത്രം ഇത് വിഷമിക്കും. റേറ്റിംഗ് കൂട്ടുക, ഇതാവാ, അവൻ കൊടുത്തു അതിൻ്റെ മേളിൽ ഇവൻ കൊടുക്കുക, ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനുഷ്യരാണ് എല്ലാവരും. അവിടെ നിങ്ങൾ അങ്ങനെയല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ആ ആളുടെ ലൈഫിനെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്നുണ്ടോ? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ദിലീപ് നായകനാവുന്ന 150ാമത് സിനിമ എന്ന് പറയുമ്പോൾ ചിരി നിറയുന്ന ഒരു സിനിമയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ചിരിക്കപ്പുറം ചിന്തിക്കാൻ കൂടി ഉണ്ടായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ. പ്രിൻസും കുടുംബവും മൊത്തം കുടുംബവും ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. 2 അനിയന്മാര് മിസ്സിംഗ്, എന്നാലും മൊത്തം കുടുംബം ഉണ്ട്. അനിയന് ഈ ഗ്യാപ്പിൽ കയറാൻ പറ്റിയില്ല. ഈ മുറിക്ക് ഇത്രയല്ലേ, അതെ അതെ അതെ. അതുകൊണ്ട് ഈ ഓവർ ദ ടോപ്പ് തമാശയില്ല. പക്ഷെ ഇതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില ഏരിയകള്, ഇപ്പം ആനിയുടെ അമ്മയ്ക്ക് ലഡു പകുതി എങ്ങനെ കഴിക്കണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇതിങ്ങനെ കഴിക്കണം എന്ന് പറയുന്നത് ആ സമയത്ത് തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു. ഓവർ ദ ടോപ്പ് തമാശ വേണ്ട, ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളിൽ ആളെ ചിരിപ്പിക്കാൻ പറ്റും. അത് പ്രിൻസിന് വേണ്ടി ചെയ്തൊരു തോട്ട. അതെ, കാരണം വെച്ചാൽ അതാ ഷൂട്ടിംഗ് സമയത്ത് നമ്മളിങ്ങനെ കാണിച്ചിട്ട് അപ്പൊ ആ പുള്ളിക്കാരില്ലേ, അത് ആ സമയത്ത് ഇപ്പൊ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ തന്നെ കഴിച്ചു. അപ്പൊ പെട്ടെന്ന് എല്ലാവരും ചോദിച്ചിട്ട് അതങ്ങനെ അതാണ് ആദ്യം റിഹേഴ്സൽ ചെയ്തത്. അപ്പൊ പറഞ്ഞ ഇത് തന്നെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്തത്. അത് അതായത് ഫ്ലാഷ് ബാക്കിൽ വരുമ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ലഡു കൊടുക്കണം എന്ന് പറഞ്ഞു. ലഡു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും നിരുവേടന ഷോട്ടിൽ ചെയ്തതാണ്. ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചത്. അത് അന്നേരം റിഹേഴ്സൽ അങ്ങനെ ചെയ്ത് കാണിച്ചു. ഈ പണ്ട് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട്, അതായത് ദിലീപേട്ടൻ എന്ന് പറയുന്നത് നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാം കിട്ടും. അവിടെ എല്ലാ വിലക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. 100 രൂപയുടെ പുസ്തകം കിട്ടും, 200 രൂപയുടെ പുസ്തകം കിട്ടും, 500 രൂപയുടെ പുസ്തകം കിട്ടും, അല്ലെങ്കിൽ എല്ലാ മുത്തും പഴവും എല്ലാ സാധനങ്ങളും അതിനകത്ത് കാണും. അല്ല, എല്ലാം കിട്ടും. അവിടെ എന്ത് ചൂസ് ചെയ്യണമെന്നാണ് നമ്മുടെ ഐഡിയ ആണ്. നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. എല്ലാ സാധനവും ഉള്ള കടയാണത്. ഇപ്പൊ ആവശ്യമുള്ളത് ഈ സിനിമയ്ക്ക് പ്രിൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് തരും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് മേടിച്ച് അതിനെ പ്രിൻസ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇടയ്ക്കൊന്ന് ചോദിച്ചിട്ട്, ഈ OTT തമാശ എന്ന് പറഞ്ഞിട്ട് തമാശയുണ്ട്, ഓവർ ദി ടോപ്പ് തമാശ എന്ന് പറഞ്ഞിട്ട് ഓവർ ദ ടോപ്പ് ഫൺ എന്ന് പറഞ്ഞൊരു തമാശയുണ്ട്. ഓവർ ദ ടോപ്പ് ഫൺ ഇപ്പം കുറച്ചും കൂടി അല്ല, ഓവർ ദി ടോപ്പ് എന്ന് പറഞ്ഞാൽ OTT കുറച്ചുകൂടി ഇപ്പൊ നമ്മള് CID മൂസയിൽ വരുന്ന ഒരു ഫണ്ണ് പിന്നെ ആവർത്തിക്കപ്പെട്ടിട്ടില്ല. ഒട്ടും സട്ടിലല്ലാതെ ഇപ്പൊ ലെയർ ഒക്കെ പോലത്തെ സിനിമകളിൽ കുറെ അങ്ങോട്ട് മേലേക്ക് പോയുള്ള ഇപ്പൊ അപേക്ഷൺമുഖിയിലൊക്കെ ഉള്ള തമാശ കുറച്ചും കൂടി സാധാരണ നമുക്ക് നടക്കാത്തൊരു ഫണ്ണാണല്ലോ. അതിനെ ഓവർ ദ ടോപ്പ് വിളിക്കാം. സിദ്ദിഖ, ഇപ്പൊ ഇമോഷൻ രംഗങ്ങൾ പറയുമ്പോഴേ ഇപ്പൊ അതിന്റെ ഒരു തുടർച്ച ഉണ്ടായിരുന്നല്ലോ പല സിനിമകളിലും. ചേട്ടന്റെ ഇമോഷണൽ രംഗങ്ങൾ ഒരു ഐക്കോണിക് സ്റ്റേജർ ചെയ്യുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും കീഴ്ച്ചുകൊണ്ട് വിറപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാത്തൊരവസ്ഥ ആ ഡയലോഗുകളിൽ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഈ ആരെ വേണമെങ്കിൽ ഫുള്ളാക്കാം, പക്ഷെ ഈ ദൈവത്തെ ഫുള്ളാക്കരുത് എന്ന് പറയുന്ന സമയത്ത്. പക്ഷെ ഈ വട്ടം വളരെ കാഷ്വൽ ആയിട്ട് ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുക ചെയ്തത് ആ സീനിൽ. അത് അങ്ങനെ ചെയ്യണം എന്നുള്ളത് സ്വന്തം തോന്നിയ ഇംപ്രൊവൈസേഷൻ ആണോ? ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ നോക്കുന്നതാണ്. മുമ്പ് ചെയ്യുമ്പോൾ പലതും കുറച്ച് ഇന്റൻസിറ്റി കൂടിപ്പോയെന്ന് പിന്നീട് എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നാറുണ്ട്. അപ്പം ഇപ്പോൾ ലേലം ഒരുപക്ഷെ ഞാനിപ്പോൾ അഭിനയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും കരയില്ല, അതിനേക്കാൾ കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ സെർട്ടിലിറ്റി മതി, അത്രയും അങ്ങ് കുറച്ചും കൂടെ ഇമോഷണൽ ആവണ്ട. പിന്നെ ഇതിലെ സിറ്റുവേഷൻ അത്രേ ഉള്ളൂ, ചെറിയൊരു സംഗതിയല്ലേ നടന്നിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഭയങ്കര വിഷമമായിട്ടില്ല, ഒരു വിഷമമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് ചിലപ്പോൾ പൊറുക്കില്ല മോളെ എന്ന് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് അത്രയും ആ സീൻ അത്ര ആവശ്യപ്പെടുന്നുള്ളൂ എന്നുള്ള ഒരു തോന്നലിനാണ് ആ ഒരു ലിമിറ്റഡ് പെർഫോമൻസ് വന്നത്. അവിടെ കരയണോ കരയണ്ടെന്നൊക്കെ ഉള്ളത് സ്വയം ചോയ്സ്, അത് ഡയറക്ടറോട് ചോദിക്കും. അല്ല, അവർ കൺട്രോൾ ചെയ്യും. നമ്മളിപ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ ചെയ്യണമെന്ന് പറയില്ല, ഇതാണ് സംഗതി, അപ്പൊ കുറച്ച് ഇമോഷണൽ ആയിട്ട് അത് റിയാക്ട് ചെയ്യണമെന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ചെയ്യണത് കൂടിപ്പോയാൽ അവരൊന്നും പറയുമായിരിക്കും, അത്രയും വേണ്ട, അതെല്ലാം കുറഞ്ഞു പോയാൽ പറയും പോരാ, നമുക്ക് അത്രയും പോരാ എന്ന് പറഞ്ഞ് ചെയ്യുമായിരിക്കും. അത് പക്ഷെ ഇതൊന്നും വേണ്ടി ഒന്നുമില്ല. ആ ഒരു ടേക്കിൽ കണ്ടപ്പോ തന്നെ ഓക്കെ ആയിരുന്നു. നമ്മൾ ഇമോഷണൽ ആയിട്ടാണ് ബേബി പറയേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് പറയുമ്പോൾ തന്നെ ഓക്കെ ആണ്, അത് കറക്റ്റ് ആണ്. അത് രണ്ട് രീതിയുണ്ട്. ഇപ്പോൾ ഒരു ആക്ടർ അഭിനയിക്കുമ്പോൾ
ആക്ടർ കരയാതെ പ്രേക്ഷകനെ കൊണ്ട് കരയിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, ആക്ടർ കരഞ്ഞിട്ടും പ്രേക്ഷകൻ കരയുന്ന രീതികളും ഉണ്ട്. ചിലതിന് നമ്മള് ചിലപ്പോൾ ചിരിച്ചു പറഞ്ഞാലേ പ്രേക്ഷകന് സങ്കടം വരിക. ഉദയഭാനു ഫ്ലാഷ് ബാക്ക് പറയണം എന്ന് പോലെ ചിലപ്പോൾ നമ്മള് വളരെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ കേട്ട് നിൽക്കുന്നവർക്ക് സങ്കടം വരും. അതും ഒരു രീതിയിലുള്ള ആക്ടിങ് ആണ്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അറിയാതെ നേരത്തെ പറഞ്ഞ പോലെ ചുണ്ടു വിറക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് നനയുകയോ ചെയ്താലായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾ കരയുന്നത്. ഇപ്പോൾ ചില കുട്ടികളെ നമ്മൾ വഴക്ക് പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കുട്ടികളെ വഴക്ക് പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരാൾ ആ കുട്ടിയെ സമാധാനിപ്പിച്ചിട്ട് പോട്ടേട്ടെ സാരമില്ല മോനെ എന്ന് പറയുമ്പോഴേക്കുള്ള കൊച്ചു ചിലപ്പോൾ പൊട്ടിക്കരയുന്നു. അപ്പം അങ്ങനെ കരച്ചിലിൻ്റെ പല പല ഘട്ടങ്ങളാണത്. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അത്ര ഇമോഷണൽ ആയൊരു കാര്യമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും. നമ്മൾ മുമ്പ് ഫേസ് ചെയ്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളത് അനുഭവിച്ച് കഴിഞ്ഞതാണ്. അതിൽ കുറേ കാലം കഴിഞ്ഞു. ഞാനതൊരു 20 കൊല്ലം മുമ്പ് ഞാൻ അനുഭവിച്ചൊരു വേദനയായിരിക്കും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ കരഞ്ഞില്ല എന്നിരിക്കും. ഈ സമാനമായിട്ട് മറ്റൊരു സംശയം കൂടി ചോദിക്കേണ്ട, അങ്ങനെ ഒരു സ്കോപ്പ് ജോണി ഇത് യൂണിവേഴ്സിറ്റി ഇല്ലാന്ന് ആക്ടിങ്ങിന്റെ യൂണിവേഴ്സിറ്റി അല്ലാന്ന് ആരാ പറഞ്ഞത്? എല്ലാ ഞാൻ തന്നെ കയ്യിലുണ്ട് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് അല്ലേ? ഞാൻ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറായിട്ടാണ് പറഞ്ഞത്. അഭിനയത്തിന്റെ ടെണ്ടുൽക്കർ അല്ലെ റാണി എഴുതുമായിരുന്നു പറയണതൊക്കെ പെട്ടെന്ന്. ഇതുപോലെ ഇതിനൊരു സ്കോപ്പില്ലാത്ത കാരണം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയും എന്ന വേറൊരു കാര്യം തന്നെ ഉദ്ദേശിക്കുന്ന ചില ഡയലോഗുകളുണ്ട്. ഇപ്പൊ നായകൻ എന്നുള്ള സിനിമയുടെ അകത്ത് ഒരാളോട് പറയുന്നുണ്ട്, തനിക്കറിയില്ല JS ഫോട്ടോ എടുത്താൽ പതിയില്ലേ എന്ന്. അതൊരു കൈൻഡ് ഓഫ് ഭീഷണിയാണ്. പക്ഷെ അത് പറയുന്നത് ഭയങ്കര നോർമലായിട്ടാ. അത് അങ്ങനെ ഡയലോഗ്സ് പ്രസന്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകമായിട്ട്? ഇത് രണ്ടും ആലോചിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ മുമ്പൊക്കെ ഉള്ള ഒരുതരം ആക്ടിങ് നമ്മൾ കണ്ടിട്ടില്ല. അതിപ്പോ നമ്മളിപ്പോ അതിനെ ഡ്രാമ എന്ന് പറയും. വില്ലൻ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അയാൾക്ക് ചിലപ്പോൾ 2 കൊമ്പോ അല്ലെങ്കിൽ ഒരു കണ്ണ് മൂടിയിട്ടൊരു അങ്ങനത്തെ ഒരു ഡ്രസ്സോ ഒക്കെ ഇട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ അയാളെ വില്ലനായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നീടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളിപ്പോൾ പണി എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന 2 കുറച്ച് പിള്ളേരാണ് വില്ലന്മാര്. ഒരു സ്ക്രൂ ഡ്രൈവറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തും ചെയ്യും. അപ്പം അതിന് ആ കോൺട്രാസ്റ്റിന് ഒരു ഭംഗിയുണ്ട്. വളരെ ഒരു നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് വളരെ പയ്യനായിട്ട് നിൽക്കുന്ന ഒരുത്തൻ വളരെ ഭീമാകാരനായ ഒരുത്തനൊരു കത്തിയെടുത്ത് ഒറ്റ കുത്തിന് കൊല്ലുകയാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് വരണ്ടു പോകും. ഷോക്ക് വാല്യൂ കൂടുതലായിരിക്കും. ആ സമയത്ത് ഭയങ്കര സൈസുള്ള ഒരാൾ വന്നിട്ട് ഒരു ചെറിയ ആളെ അടിക്കുന്നതിന് വലിയ വാല്യൂ തോന്നുന്നില്ല. അപ്പം ഇത് ഇങ്ങനെ ആലോചിക്കും, എന്ത് വേണം, നമ്മളൊരു ഭീകരനാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ണും മിഴിച്ച് ഭയങ്കര ശബ്ദത്തിൽ വന്ന് പറയണോ, അത് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴാണോ അതിന് കൂടുതൽ പവർ ഉണ്ടാവുക എന്നുള്ളത് ആലോചിച്ചിട്ട് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് അന്ന് ലിജോ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ അയാളെ പേടിപ്പിക്കുന്നതൊക്കെ ചെറിയൊരു ചിരിയോടുകൂടി ആണെങ്കിൽ പോലും അതിനൊരു ഭംഗി ഉണ്ടാവും. വളരെ അങ്ങനെ പറഞ്ഞാൽ മതി. അല്ല ഒട്ടും ചെയ്യാതെ കണ്ണിമ അത് ആ സിനിമയിൽ ഒട്ടും ചെയ്തിട്ടില്ല. ത്രൂഔട്ട് എല്ലാ ഷോട്ടിലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ലെൻസ് ഇട്ടിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ ചെറിയ ചെറിയ ചില ഒടുക്ക് വിദ്യകളാണ്. കുട്ടി ഉണ്ടല്ലോ മനസ്സിൽ, ഒരു കുട്ടിത്വം ഉണ്ടല്ലോ മനസ്സിൽ, അത് എപ്പോഴും ഇങ്ങനെ അലൈവാക്കി നിർത്താൻ എന്താ ചെയ്യുന്നത്? എന്നിൽ അങ്ങനെ ഒരു കുട്ടിത്വമില്ല ശരിക്കും. ഞാൻ മറ്റുള്ളവരെ കുട്ടിത്വം കാണാൻ ശ്രമിക്കുന്നത്. അത് സത്യം. ഞാനിപ്പോൾ ദിലീപിൽ കുട്ടിത്വം കാണുന്നത്, മമ്മൂക്കയിൽ കുട്ടിത്വം കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് ഞാൻ മറ്റുള്ളവരിലാണ് കുട്ടിത്വം. ഇപ്പം ഞാൻ സിദ്ദിഖേട്ടനാണെങ്കിലും സംസാരിക്കാൻ തോന്നുന്നു ഒരുപക്ഷെ സിദ്ദിഖേട്ടനോട് ഞാൻ സിദ്ദിഖേട്ടൻ്റെ ഒരു ഫണ്ണും അതിൻ്റെ സിദ്ദിഖേട്ടൻ കാണുന്ന തമാശകളും അതിനെയാണ് എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. അല്ല വളരെ സീരിയസ് ആയിട്ട് സിദ്ദിഖേട്ട ഇങ്ങനെ പോയ മലയാള സിനിമയുടെ അവസ്ഥ എന്താവും അതൊന്നും ഞാൻ സംസാരിക്കാറില്ല. സിദ്ദിഖേട്ടൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് അത് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ പോയിട്ട് എന്ത് കാര്യം വെറുതെ ഒരാവശ്യമില്ല. അപ്പോൾ അതെപ്പോഴും ആ കുട്ടിയെ എനിക്കിഷ്ടം മറ്റുള്ളൊരു കുട്ടിയെ എൻ്റെ മുന്നിൽ കാണാനാണ് എനിക്കിഷ്ടം. മറ്റുള്ളവർ ചിരിച്ച് കാണാനാണ് എനിക്കിഷ്ടം. പക്ഷെ ചോദിച്ചത് ശരിയാണ്. ജോണിയിലൊരു കുട്ടിയുണ്ട് കേട്ടോ. ആ കുട്ടി ഉള്ളത് കൊണ്ടാണ് ഇത്തരം ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും നമ്മളുടെ അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ഉദാഹരണത്തിന് ഈ ഇതിന്റെ ക്ലോസറ്റിന് മുകളിൽ കയറി ഇരുന്നിട്ട് ഈ ഹെൽത്ത് ക്ലോസറ്റ് ഇങ്ങനെ ഞെക്കുന്നുണ്ടല്ലോ, അതൊരു കുട്ടി ഞെക്കുന്ന പോലെ ഞെക്കിക്കൊണ്ടിരിക്കുന്ന ഇടവേളകളിൽ. അത് പക്ഷെ എന്നോട് ഇത് ചെയ്യാൻ അല്ല ഈ ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞത് ബിൻഡോയും ഷാരിസും കൂടെയാണ്. മഴ കോട്ടത്ത് നല്ല മഴ ആ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഞെക്കുന്നതിനൊരു അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, ഒരു അങ്ങനെ ഒരു സാധനം വന്നതേ ഉള്ളു. അല്ലാതെ ഒരിക്കലും അതൊരു അപ്പൊ അതൊരു അത് പിന്നെ ഇവര് പിന്നെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ. പിന്നെ ഞെക്കുന്നതിനൊരു നമ്മൾ പറയുമ്പോൾ പിന്നെ അടവിൽ ഒരിക്കലും മുറ്റത്ത് നല്ല മഴ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഇങ്ങനെ വന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു കുട്ടിയായിരിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ. അതെ. ഇപ്പം നമ്മൾ എവിടെയും പോയിട്ട് ഞാനൊരു കാര്യം പറയാം, എപ്പോഴും പോയിട്ട് എവിടെയും പോയിട്ട് സന്തോഷം കൊടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ചിലപ്പം ചില പ്രശ്നം
ഈ പ്രശ്നങ്ങൾ പോലും മാറി കിട്ടും. നമ്മൾ ഇന്ന് 10 മനുഷ്യരായിട്ട് സന്തോഷിപ്പിച്ച് അവരെ എഴുതിയത് ആരോ ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ? അത്രേ ഉള്ളൂ. ഈ എല്ലാ കാലത്തും ദിലീപ് സിനിമകളിൽ ദിലീപേട്ടന്റെ കൂടെ ഒരു ഉപദേശി ക്യാരക്ടർ ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ പ്രായം കൂടിയ ആളായിരിക്കും. അത് ഹരിശേഷവൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്, സലീംകുമാർ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്, സുരാജ് ഉണ്ടായിട്ടുണ്ട്, ഇന്നസെന്റ് ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആ പൊസിഷനിലുള്ളത് ജോണി ആന്റണിയാ. അതൊരു വളർച്ചയല്ലേ? എന്റെയോ എനിക്ക് അല്ല ചോദിച്ചാ ജോണി ആന്റണി അല്ല എനിക്ക് ജോണി ആന്റണിയുടെ വളർച്ചയാണത്. എനിക്ക് ഭയങ്കര ഞാൻ പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കുന്നത്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. മൂസയൊക്കെ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കൂട്ടുകാരനായിട്ട്, എൻ്റെ ഹീറോയുടെ കൂട്ടുകാരനായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെയാണ് അവിടെ നമ്മൾ എൻ്റെ നടത്തിപ്പെന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും വളരെ എനിക്ക് തന്നെ പറയാം, ഈ സിനിമയോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ദിലീപായിട്ട് ഇത്രയും സ്ക്രീൻ ഡ്യൂറേഷൻ ഒരു പടം ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ കണ്ടിട്ടുണ്ട് ദിലീപ്, ഞാൻ എത്രയോ പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. അതിലൊക്കെ ദിലീപിൻ്റെ ഓരോ കൂട്ടുകാരുണ്ട്. അശോക് ചേട്ടൻ അത് വളരെ ലെജൻഡായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഞാൻ എന്നെപ്പോലെ ഒരുത്തരും ആ റോളിലേക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ വലിയൊരു കാര്യം. പിന്നെ ആളുകൾ തിയേറ്റർ ചിരിക്കുന്നുള്ളൂ. നമ്മൾ തമാശ കാണിച്ചിട്ട് ചിരിച്ചില്ല ഉണ്ടാകുന്ന ഒരു കുഴപ്പമുണ്ടല്ലോ. തിയേറ്റർ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞൊരു ഹിറ്റാണെന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ബിൻഡോയുടെ ആദ്യത്തെ പടം എല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞില്ല, മൊത്തത്തിൽ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഇവിടെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അകത്ത് ഇതിനകത്തൊരു ഏരിയ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ എന്താ പറയുക, നമ്മൾ സാധാരണ ആളുകൾ അങ്ങനെ ചിന്തിക്കാത്തൊരു ഏരിയ, അതിൻ്റെ അപകടം എന്തായിരിക്കും, ആ ഏരിയകൾ മൊത്തം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുവോ, അത് മനസ്സിലാക്കുവോ, ഇതിനെങ്ങനെ ഇല്ല എഫക്ട്സ് ഉണ്ടെന്ന് നോക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ ഡിജിറ്റൽ വേൾഡിൽ ശരിക്കും പറഞ്ഞ ഓക്സിജൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു ലൈഫിനും അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നമ്മൾ അല്ലേ. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലത്തെ ഇതാണ്. ഇന്ന് കുഞ്ഞു കുട്ടികൾ വരെ അത് മേലേക്കാണ് പോണേ. അത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് യൂട്യൂബിൽ സംഭവങ്ങൾ ഓൺ ചെയ്ത് കൊടുത്താലേ അത് നിങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയനെ ഒഴിവാക്കിയിട്ട് ഒരു വേൾഡ് ഇപ്പം ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. കാരണം അത്രയും എല്ലാവരും അതിലാണ്. അപ്പോൾ ഈ സിനിമയുടെ ഇവർ വന്ന് കഥ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസന്റ് സിനാരിയോയിൽ നടക്കുന്ന സംഭവങ്ങളും അത് ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിച്ച് വീടിന് ഒരു പ്രത്യേക വഴി പോലും പ്രൈവസി, അത് വന്നാൽ പ്രൈവസി പോകുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രിൻസ്, ഈ പ്രിൻസിന്റെ ലൈഫിലേക്ക് വന്ന് കയറുന്ന സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി വരുമ്പോ ഉണ്ടാകുന്ന അത് കാണുന്നുണ്ട്. അതാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോ തന്നെയാണ് പെട്ടെന്ന് നമുക്ക് അത് ചെയ്യാം. കാരണം ഇതെല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്. മനസ്സിലല്ലേ. നമ്മൾ ചില വേർഡ്സ് ചില പടങ്ങൾക്ക് പേരിടുമ്പോൾ അയ്യോ എന്തുകൊണ്ട് നമ്മളത് ചിന്തിച്ചില്ല എന്ന് ചിന്തിക്കും എന്ന് പറയുന്ന പോലെ ഈ സബ്ജക്ട് കാണുമ്പോൾ പലർക്കും തോന്നും അയ്യോ നമ്മൾ ചിന്തിച്ചില്ലല്ലോ എന്ന് തോന്നാം. കാരണം നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇപ്പൊ ഈ യൂട്യൂബ് ഇതുമായി ബന്ധപ്പെട്ട വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് അവരൊക്കെ വന്ന് സംസാരിക്കുന്ന വെച്ചാൽ ശരിക്കും ഞങ്ങളെ ഇതാക്കിയതാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യമോ പരിഭവോ പരാതിയോ ഒന്നുമില്ല. അവരത് എൻജോയ് ചെയ്തിട്ടാ പറയുന്നത്. ശരിക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ സിനിമ സൂചിപ്പിക്കുന്നത്. അതെല്ലാവരും എൻജോയ് ചെയ്തു. ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് മോശമായിട്ട് 2-3 ആൾക്കാർ പറഞ്ഞപ്പോ തന്നെ അവരെ ഓടിച്ചിട്ട് അടിച്ചത് ഈ യൂട്യൂബേഴ്സും ഈ സിനിമ കണ്ട പ്രേക്ഷകരുമാണ്. ആരാ പറഞ്ഞങ്ങനെ ഞങ്ങൾ കണ്ടാണല്ലോ ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ സിനിമ ഇത് കണ്ടിട്ട് കണ്ട ആളുകൾ പോയിട്ട് ബഹളം ഉണ്ടാക്കാന്ന് പറയില്ലേ, അതിനെ മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സത്യം ഇതല്ല എന്ന് പറയുന്ന അത് എടുത്ത് പറയാൻ മനസ്സ് കാണിക്കാന്ന് പറയില്ലേ. ആ സിനിമയെ എന്തായാലും നെഞ്ചിലേറ്റി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ ഈ സിനിമ ഇറങ്ങിയ 5ാമത്തെ ദിവസമാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഈ സിനിമയെ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നും ഈ സിനിമ നിങ്ങൾ കാണണമെന്നും പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ പ്രേക്ഷകരാണ്. കാരണം ഈ പടത്തിന്റെ പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റിയാണ്. ലിസ്റ്റിന് ഏറ്റവും കൂടുതൽ അല്ലെ ചെലവ് ചുരുങ്ങിയ ഒരു കാരണം ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് പ്രേക്ഷകർ തന്ന പബ്ലിസിറ്റിയാണ്. നിങ്ങൾ പോസ്റ്റേഴ്സ് നോക്കിയോ, ഫ്ലെക്സ് നോക്കിയോ, ഒരു വളരെ മൊത്തത്തിൽ എല്ലാം കുറവാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊരു പരസ്യമായി. ഒരു പരസ്യവുമില്ലാതെ ഒരു നല്ല ചിത്രം. സിനിമ നല്ലതാണെങ്കിൽ സിനിമ സംസാരിക്കും. അപ്പൊ അത് അത്രമേൽ പുള്ളിക്ക് എവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പുള്ളി അത് തന്നെയാണ്, സിനിമ സംസാരിക്കട്ടെ എന്നിട്ട് ഈ സിനിമയുടെ സക്സസ്സിൽ നമ്മൾ സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്.
മാത്രമല്ല ഈ സിനിമയെക്കുറിച്ച് ആദ്യം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ മാറ്റർ ഇല്ല, കൊച്ചു മാറ്ററേ ഉള്ളൂ. പറഞ്ഞ സ്പോയിലർ ആവുകയും ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തലം വേറെ ആയിരിക്കും ചെയ്യും, പറയാൻ പറ്റൂല. ആദ്യം നിങ്ങൾ കാണ്, എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഇതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനിൽ എല്ലാവരും ദിലീപന്റെ ക്യാരക്ടറിനോട് ദേഷ്യപ്പെടുന്നു വിചാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സമയത്ത് ചേച്ചിയുടെ ക്യാരക്ടർ വിളിച്ചിട്ട് അങ്ങനെ ഒരാൾക്ക് ഫീൽ ആയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാ പറയുന്നത് ആ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ആ ഒരു ലൈഫ് ജീവിക്കുന്ന ഒരാളിൽ നിന്ന് അങ്ങനെ മാപ്പ് ഉപേക്ഷിക്കുന്ന ഒരു വേർഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനത്തെ കുറെ പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത്. അല്ലെങ്കിൽ ഇയാൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ ആരാണെന്ന് റിവീൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് ഹോസ്പിറ്റൽ സീനിൽ. അത് ആ ക്യാരക്ടറിൽ നിന്ന് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കില്ല. അതൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിട്ട് തോന്നിയിരുന്നു ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോൾ. അതിനകത്ത് ആക്ച്വലി ആ രണ്ട് സീനും സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് അത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 2 സീനാണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവസാനം ഒരു ഉഗ്രൻ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, ഇന്നതാണെന്നും പറഞ്ഞു. പക്ഷെ അത് ചെയ്യുമ്പോഴാണ് അതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ഇത്ര വളരെ സെൻറ്റി ആയിട്ടുള്ള വളരെ ഫീലിംഗ് ഉള്ള ലൈഫുള്ള 2 സീനാണെന്നും മനസ്സിലാക്കുന്നത്. ആക്ച്വലി അതിനകത്ത് ദിലീപേട്ടനെ ഫോൺ ചെയ്തിട്ട് മാപ്പ് പറയുന്നത് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുവരെ പ്രിൻസ് എടാ മോനെ അങ്ങനെ വിളിച്ചാ സംസാരിക്കുന്നത്. പക്ഷെ മാത്രം സാറേന്ന് വിളിക്കുന്നത്. അപ്പോ അത് തന്നെ ദിലീപ് ഈ പ്രിൻസും സഫിയത്തും തമ്മിലുള്ള റിലേഷനാണ് അവിടെ കാണിക്കുന്നത്. ആ റിലേഷന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് അവിടെ കാണിക്കുന്നത്. സാറേ ഇങ്ങനെ വന്നപ്പോൾ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു സാധനം അത്ര ഫീൽ ചെയ്ത അത് പ്രിൻസിന് മനസ്സിലാവുന്നുണ്ട്. പ്രിൻസും സഫിയും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ അടുപ്പമുള്ള 2 ഫാമിലി തന്നെയാണ്. പക്ഷെ ആ ഒരു മുഹൂർത്തം ഈ ഫസ്റ്റ് ഹാഫിൽ കുറെ ഡയലോഗുകൾ ഉണ്ടാവുകയും സെക്കൻഡ് ഹാഫിൽ മൊത്തം നോട്ടങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണല്ലോ ആ ക്യാരക്ടറിന്റെ ഒരു അവസ്ഥ. കാരണം അത് ഇവര് തരുന്ന ഫീഡ് കൊണ്ട് സാധിച്ചതാക്കി കുറെ സ്ഥലത്ത് ഇങ്ങനെ നശിച്ചിങ്ങനെ മാനത്തേക്ക് നോക്കിയിരിക്കുന്ന പോലെ കുറെ സീക്വൻസുകൾ ഉണ്ടല്ലോ. അത് ഇവരോട് തരുന്ന ഫീഡ് കാരണം കൊണ്ട് മാത്രം സാധിച്ചിരുന്നതാ? അത് ഇങ്ങനെയാണ് ചേച്ചി നറേറ്റ് ചെയ്ത് തരുമല്ലോ നമുക്ക് സീന്. കാരണം ഇതൊരു ഇടയ്ക്കിടയ്ക്ക് നല്ല എടുത്തത്, അതിന്റെ കണ്ടിന്യൂറ്റി അനുസരിച്ചാണ് ഞാൻ എടുത്തത്. അപ്പം ഈ സഫിയയുടെ ജേർണി എന്താണെന്നുള്ളത് അവസാനമൊക്കെ ആയപ്പോൾ മനസ്സിലായിരുന്നു. അപ്പൊ ഈ സഫിയയുടെ ജേർണിയുടെ അവസാനം തന്നെയാണ് ഈ കടയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പം ആ ഒരു ഫീൽ പറഞ്ഞു തരും. ഓഫ്കോഴ്സ് എനിക്ക് ഡയലോഗ് ഇല്ല, സംവിധായകൻ പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും തകർന്നിരിക്കുമ്പോ ഇവര് കൊണ്ടൊന്ന് രഹസ്യ ക്യാമറയിൽ എടുക്കുന്നതല്ല. കാരണം ആ സീനില് സഫിയ മിണ്ടാൻ പാടില്ല, നോക്കിയിരിക്കണം. ചേച്ചി ഒന്നും മിണ്ടരുത്, ചേച്ചിയുടെ സിറ്റുവേഷൻ ഇതാണ്, ചേച്ചി അങ്ങനെ ഇരുന്നാൽ മതി, വിഷമിച്ചിരിക്കണം. പക്ഷെ ആ വിഷമിച്ചിരിക്കണം എന്ന് നമ്മൾ പറയുന്നുള്ളൂ, ബാക്കി ചെയ്യണവരാണ്. ഓവറാക്കി ചെയ്യേണ്ട ഒരുപാട് സീൻസ് ഉണ്ട്, ഓവർ ആക്ടിങ് ആവാനും പാടില്ല. ആ മീറ്റർ എങ്ങനെയാ പിടിച്ചത്? അയ്യോ, അത് മീറ്റർ എനിക്ക് പിടിക്കാൻ ഹെൽപ്പ് ചെയ്തത് ബിൻഡോ ചേട്ടനും ഷാരിസ് ചേട്ടനാണ്. ക്ലാരിറ്റി ആ എക്സ്പ്ലനേഷനിൽ എവറി ഷോർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. അതില് 90% ഇപ്പം ടോട്ടൽ എടുത്ത് എറിയണം പറഞ്ഞില്ലേ. പിന്നെ ഓൾറെഡി എനിക്ക് ആദ്യം 2-3 സീക്വൻസ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത്രയും എനർജി പുൾ ചെയ്താൽ മാത്രമേ പടം അല്ലെങ്കിൽ ഈ ക്യാരക്ടർ അത്രയും പുൾ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ത്രൂ ഔട്ട് ദിസ് ജേർണി ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ, ഈ ക്യാരക്ടറിനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ ഇതാണ്. അപ്പൊ ഇത് ആവശ്യമാണ്. എനിക്കറിയാം ഞാൻ അത് ഇല്ലാത്ത എനർജിയൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യണത്. പക്ഷേ ലൈക്ക് എന്താ പറയാ, അവർ അത്രയും ക്ലാരിറ്റി തന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാനിപ്പം എന്തെങ്കിലും പറയുമ്പം ഓക്കെ കുറച്ച് ഓവർ ആവുണ്ടോ ഞാൻ ചോദിക്കും, ചേട്ടാ അല്ല ഇത്രയും ആവശ്യമുണ്ട് എന്ന് അവിടെ ഒരു ഡോട്ട് ഇട്ട് തരും. അതൊരു ചിരിയാണെങ്കിൽ പോലും ഇത്ര നീളണ്ട, ഇവിടെ മതി, അല്ലെങ്കിൽ ഇത്ര നീളണം എന്നുള്ള അത്രയും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ ഷോട്ടിന് മുന്നിലും. സോ അത് ലൈക്ക് ദാറ്റ് ഈസ് വാട്ട് റിഫ്ലക്റ്റഡ് ദെയർ. ബിൻഡോ എന്താ പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് പെട്ടെന്ന് കൊങ്ങ കയറി പിടിക്കുന്നത് ഭയങ്കര ക്യാച്ചായിട്ട് ഈ പ്രിൻസ് എഴുതിയതും ക്യൂൻ എഴുതിയതും ഷാരിസ് ആണ്. 2 പടത്തിലെയും മെയിൻ ക്യാരക്ടറുടെ പേര് ചിഞ്ചു എന്നാണ്.
അത് ചിന്നു, ഇത് സോറി ചിന്നും ഒരെണ്ണം, സോറി ചിന്നും ചിഞ്ചു ആണ്. ഇനി കിങ്ങും പിന്നെ ചൂട് പേര് മാറ്റാൻ അടുത്ത. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പ്രിൻസ് എഴുതിയതും ക്യൂൻ എഴുതിയതും ഷാരിസ് ആണല്ലോ. അതറിയാം. മറ്റേതിൽ ചിഞ്ചു ചിന്നു എന്റെ ക്യാരക്ടറിന്റെ. രണ്ടുപേരും കുറച്ച് ഓവറാ. അതെ അതെ. ക്യാരക്ടേഴ്സും കുറച്ച് ഈ വരുന്നവരെല്ലാം ഓവറാണ്. ഏറെക്കുറെ. അല്ല ഈ ക്യാരക്ടർ ഒരു പൊടിക്ക് ഓവർ ആയാലും ഇത് മൊത്തം വർക്കാവുള്ളൂ. അതെ അതെ. അല്ലാതെ ആദ്യത്തെ കാണിക്കുമ്പോ തന്നെ ഈ കുട്ടി വളരെ നോർമൽ ആണെങ്കിൽ നമുക്ക് തോന്നും ഇതെന്താ ഈ കാണിക്കണേന്ന് തോന്നും. അതെ. ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് തോന്നും ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടോ എന്ന് കാണാൻ വരുന്ന കഥാപാത്രത്തിന് തോന്നുന്നുണ്ട്. ഇതിലൂടെ അത് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നോട് ഷാരിസ് ആദ്യം പറഞ്ഞ തോട്ടത്തിൽ കടിഞ്ഞൂൽ കല്യാണത്തിന് പ്രവേശിച്ച പോലത്തെ ഒരു ഐറ്റം എന്നാണ് ആദ്യമേ യൂട്യൂബ് ചാനൽ അതാണ് നമ്മുടെ ഹുക്കിംഗ് പോയിന്റ്. അപ്പൊ അതിൽ നിന്നാണ് ഇതിന്റെ പിന്നെ എല്ലാം തുടങ്ങുന്നത്. ഈ പ്രാന്ത് ആവണ്ട, സ്വാർത്ഥത മതി. അതെ അതെ. അങ്ങനെ ഇതില്ല, പക്ഷെ ഇതാണ് അതിന്റെ ബേസിക് സംഭവം. എക്സെൻട്രിക് പ്ലാറ്റ്ഫോം അതാണ് എക്സെൻട്രിക് ആയിട്ടുള്ള ആള്. സൈക്കാട്രിയാണ് ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നത് വിഷ്ണു മുൻവിധിയുള്ള ഒരാള് ചെയ്യുന്നതിലും നല്ലത് ഈ കുട്ടി ചെയ്ത് തന്നെയാണ്. ചെയ്ത് തന്നെയാണ്. അപ്പൊ ചോദിക്കും മുൻവിധി ഉള്ളവർ ഇപ്പൊ ചിലർ രേവതി കിലുക്കം, പക്ഷെ വേറെ കാര്യം വെച്ചാൽ അതിനകത്ത് ശരിക്കും ആക്ട് ചെയ്യുന്നതാണ്. ഇത് ഇവരുടെ നേച്ചറാണ്. അതാണ് എനിക്കത് ഒരു എസ്റ്റാബ്ലിഷ് ഹീറോയിനായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ഈ റോൾ ഇത്രയും വാഴ്ത്തപ്പെടില്ലായിരുന്നു. മറിച്ച് അവർക്ക് പ്രോബ്ലം വരികയും ചെയ്യുമായിരുന്നു. ഇത് ഈ കുട്ടി ഇങ്ങോട്ട് വന്ന് നിഷ്കളങ്കമായിട്ട് അങ്ങ് ബിഹേവ് ചെയ്തു, ഇവർ കൃത്യമായി ഗൈഡ് ചെയ്തു. അതുകൊണ്ടാണ് അതിന്റെ നമ്മൾ ഉദ്ദേശിച്ചല്ലേ ഒരു പുതിയ വ്ളോഗർ വരത്തില്ലേ, ഇതൊരു പുതിയ വ്ളോഗർ. അപ്പൊ അങ്ങനെയല്ലേ പ്രേക്ഷകൻ കാണുള്ളൂ. നോൺ ഫേസ് ആണെങ്കിൽ നമ്മൾ ആദ്യം നോൺ ഫേസ് ഒക്കെ ആലോചിച്ചായിരുന്നു. നോൺ ഫേസ് ആണെങ്കിൽ കമ്പയറിങ് ഉണ്ടാവും, പിന്നെ അവർക്കും ഒരു ഓവർ പരിപാടികൾക്ക് വരുമ്പം ഒരു വേറെ രീതിയിൽ വരും. ഇതാകുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു പുതിയ വ്ളോഗർ വന്ന പോലെ ഫീൽ ചെയ്യും എന്നുള്ളതായിരുന്നു അതിന്റെ ഉദ്ദേശം. ജോൺ ചേട്ടൻ ഇതിനകത്തൊരു ഡയലോഗ് പറയുന്നില്ലേ, ഈ വെറുപ്പ് വിറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ ഇത്രയൊന്നും ജെനുവിൻ ആവരുത് പ്രിൻസ്, അൺഫിറ്റ് ആണെന്ന് പറയുന്നത്. ഇത് എന്തൊക്കെയാന്ന് വെച്ചാൽ ലോകം പോകെ പോകെ നമ്മളുടെ ഒരു ജനറേഷൻ തന്നെ ലൈഫ് തന്നെ ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ബേസ് ചെയ്തിട്ടാ രസമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഡെപ്ത് ഉണ്ട് ആ ഡയലോഗിന്. അത് അത്രയും മനസ്സിലാക്കിയിട്ടാണോ അന്ന് അപ്പർ എൻ്റർ ചെയ്യുന്നത്? പിന്നെ അത് മനസ്സിലാക്കിയത് ഞാൻ മലയാളിയല്ലേ. ഞാൻ ജീവിതത്തിൽ എന്തെല്ലാം മുഹൂർത്തങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്തെല്ലാം അനുഭവങ്ങൾ എനിക്കുണ്ട്. ഫസ്റ്റ് ടേക്ക് ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് ടേക്ക് അല്ല ചുമ്മാ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇമോഷൻ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ അതല്ലേ പറഞ്ഞത്, ഞാൻ ഇതാന്നല്ല. പക്ഷെ എനിക്ക് ഭയങ്കര പ്രത്യേകിച്ച് ദിലീപിനോട് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമല്ലേ ഇത്. നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നില്ലേ എന്തിനാ ഇവിടെ എന്ത് ചെയ്താലും ഒരു ലോകത്ത് ഏറ്റവും മനുഷ്യൻ്റെ പീഡനം എന്താ അറിയോ, മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ദുർവിധി. കാരണം ഞാൻ ശരിയാടോ ഒന്ന് വിശ്വസിക്കണോ എന്ന് ആരോട് നമ്മൾ മാത്രം ഇത് വിഷമിക്കും. എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ജീവിതത്തിൽ ചില വലുതല്ലെങ്കിലും കുറേ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് ആരോട് പറയും? അപ്പോൾ അത് പിന്നെ ആര് പറഞ്ഞാലും അത് വേറെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അവിടെയാണ് വെറുപ്പ് വിറ്റ് ജയിക്കുന്നവരുടെ ഈ നാട്ടിൽ നീ അൺവിറ്റാടാ പ്രിൻസ് എന്ന് പറയും. ഈ മീഡിയ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് സിനിമ മീഡിയ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയക്ക് സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാൻ, കാരണം സിനിമ ഒരു വട്ടമല്ലേ ഉള്ളൂ. മീഡിയക്ക് എത്ര വട്ടം വേണമെങ്കിൽ സിനിമ എടുത്ത് അതിൻ്റെ പുതിയ പുതിയ വേർഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു ഏരിയ ടച്ച് ചെയ്യുമ്പോൾ പേടിയുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ആളുകൾ എടുക്കുക, മീഡിയനെ ഇങ്ങനെ ഓപ്പൺലി വിമർശിച്ചാൽ എത്രത്തോളം അത് പ്രശ്നം വരും, അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ മീഡിയനെ വിമർശിച്ചിട്ടില്ലല്ലോ അങ്ങനെ. അല്ല അങ്ങനെയല്ല, ഫാക്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വാർത്ത കൊടുക്കാൻ, മനുഷ്യത്വം ഉണ്ടാവണം വാർത്ത. അതിന് വിമർശിക്കരുത്, യാഥാർത്ഥ്യം പറഞ്ഞല്ലേ. വിമർശനമായിട്ട് എടുക്കണ എന്തിനാ? സത്യമല്ലേ. അപ്പൊ അതിന് ഒരു സത്യം പറയണതിന് നമ്മളെന്തിനാ പേടിക്കണേ? നിങ്ങൾ തിരിച്ചറിയണമെന്നല്ലേ പറയുന്നുള്ളൂ. കാരണം നമ്മള് ഈ റേറ്റിംഗ് കൂട്ടുക, ഇതാവാ, അവൻ കൊടുത്ത അതിൻ്റെ മേളിൽ ഇവൻ കൊടുക്കുക, ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനുഷ്യരാണ് എല്ലാവരും. അവിടെ നിങ്ങൾ അങ്ങനെയല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ പോകുന്ന പോക്കിൽ നമ്മൾ എത്ര ജീവിതങ്ങൾ കുരുതി കൊടുത്തിട്ട് ഈ പോയിക്കൊണ്ടിരിക്കണേന്ന് പറഞ്ഞാൽ അത് ആലോചിക്കണം. എത്ര ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം എന്തും കേട്ടാൽ എടുത്തിടുന്നു, അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ആ ആളുടെ ലൈഫിനെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്നുണ്ടോ? അവർക്കില്ലേ കുടുംബം, നമ്മൾ അതിനെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഇത് വരാം, ഇതിന് വിമർശനം ഉണ്ടാവാൻ ചിന്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിമർശിക്കാനല്ല പറയുന്നത്. യാഥാർത്ഥ്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്ത് ചെയ്യുമ്പോഴും ശരിയായാലും തെറ്റായാലും അപ്പുറത്തൊരു ആളുണ്ട്, അയാൾക്കൊരു കുടുംബമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
അല്ലാണ്ട് മീഡിയേനെ ഒരു തരത്തിലും വിമർശിച്ചിട്ടില്ല ഇതിനകത്ത്. മീഡിയ അടക്കം നമുക്ക് പറയാൻ പറ്റുമോ? 1 or 2 ആൾക്കാർ കുഴപ്പിച്ചാൽ പോലും മൊത്തത്തിലല്ലേ നമ്മൾ വരണേ, അല്ലേ? അപ്പം നമുക്ക് അടക്കം കാടടച്ച് വെടിവെക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇതിൽ നടക്കില്ല. അപ്പോഴും നമ്മൾ പറയണത് എന്തിനാ? ശ്രദ്ധിക്കണം. ആ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഇതെല്ലാം അനുഭവിക്കും എന്നുള്ളതാണ് ഒരു ക്യാരക്ടർ വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ആൾ വന്ന് സംസാരിക്കുന്നത്. അതിന് ഞങ്ങൾ കണ്ടത് അത്രയും കറക്റ്റായിട്ട് ആരാണ് അത് പറയാൻ അതൊരു സ്ത്രീയും കൂടി ആയിരിക്കണം. അത് ഞങ്ങൾ കണ്ട ഒരാളാണ്. ആ ഈ സിനിമയിൽ ഒരു വില്ലത്തരോ മറ്റതോ മറിച്ചതോ ഒന്നുമല്ല, സാഹചര്യങ്ങൾ വന്ന് ഇതാവുന്നു. ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ വേൾഡിൽ എല്ലാവരും റേറ്റിങ്ങും അതും ഇതും ഒക്കെ വേണ്ടിയിട്ട് ഓടുകയാണ്. ഇപ്പോൾ റാണി ചെയ്ത കഥാപാത്രം പോലും അവർ ഉറക്കം കളയുന്ന എന്താണ്? അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മുടെ റിയൽ ലൈഫിൽ എത്ര പേരുടെ ഉറക്കം അതുപോലെ പോകുന്നുണ്ട് ഇല്ലേ? അതിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഈ സിനിമ നന്മയുള്ള സിനിമയാണ്, അല്ലാണ്ട് ഇത് ഒരാളെ മനഃപൂർവ്വം പഴിചാരുന്ന സിനിമയൊന്നും അല്ല. മനസ്സിലായി അല്ലേ? ഈ സിനിമ മൊത്തത്തിൽ പറയണത് നന്മ ഉണ്ടാവണം എല്ലാവർക്കും. എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ അതൊന്ന് ചിന്തിക്കണേ. അതേ നമ്മൾ വിനയപുരസ്സരമാണ് നമ്മളത് പറയുന്നത്. ഈ മഞ്ജുജി, ഈ എന്നോട് ഉർവശി മാം പറഞ്ഞതാണ് ഇളയരാജ ഏകദേശം 20 വർഷത്തോളായിട്ട് ന്യൂസ് കാണാറില്ല. ന്യൂസ് കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവണം, ഒന്നും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊന്നും അത് ഇൻസ്പയർ ആവുന്നില്ല. നമ്മൾ അങ്ങനെ ഇൻഫോംഡ് ആയിട്ട് ഇപ്പൊ രാവിലെ തന്നെ ബോംബ് പൊട്ടുന്നു അല്ലെങ്കിൽ ആളുകളെ വെട്ടിക്കൊല്ലുന്നൊക്കെയാണല്ലോ ന്യൂസിന്റെ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ കാണുന്നത്. അതൊരിക്കലും ഇൻസ്പയർ ചെയ്യുന്നില്ല, ഭയങ്കര നെഗറ്റീവ് സ്പേസ് ആ തരുന്നതെന്ന് പറഞ്ഞത്ര. മഞ്ജുജി അങ്ങനെ എപ്പോഴെങ്കിലും വാർത്ത കാണണ്ട അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ ചിന്തിച്ച സമയമുണ്ടോ? ഉണ്ട്. ഞാനിപ്പോഴും കാണാറില്ല. ഇല്ല, ഞാൻ ന്യൂസ് കാണാറില്ല. അച്ഛൻ കാണാറുണ്ട്, അച്ഛൻ കേൾക്കാറുമുണ്ട്. എൻ്റെ വീട്ടിൽ പോയാൽ ഫുൾ ടൈം ന്യൂസ് ചാനൽ ഓണായിരിക്കും. അപ്പം നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്തിരിക്കുമ്പോഴോ നമ്മൾ പാസ് ചെയ്യുമ്പോഴോ വെറുതെ ഹോളിലിരിക്കുമ്പോഴോ ഒക്കെ ന്യൂസ് കേൾക്കുന്നുണ്ടാവും. പക്ഷെ ന്യൂസിന് വേണ്ടി ഞാൻ പോയിരുന്ന സമയം കളഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ പത്രം വാങ്ങിച്ചിട്ട് ഏകദേശം 10-15 വർഷത്തിൽ കൂടുതലായി. അച്ഛൻ പിന്നെ ടി വിയിലുണ്ട്, പിന്നെ അത്യാവശ്യം ന്യൂസൊക്കെ നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാ ന്യൂസും നമ്മൾ അറിയുന്നുണ്ട്. അപ്പം അത് വായിച്ച് വെറുതെ നെഗറ്റീവ് എനർജി ആദ്യമേ തന്നെ കേട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ പൊതുവെ രാവിലെ എഴുന്നേറ്റാൽ ഒരു ലളിതാ സഹസ്രനാമോ സുപ്രഭാതമോ ഇട്ട് ദിവസം തുടങ്ങിയിട്ട് അപ്പോഴേക്കും ഷൂട്ടിങ്ങിന് പോകാറാവും, ഷൂട്ടിങ്ങിന് പോകും. ജോണി ആൻ്റണി ചേട്ടൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്? ഒരു ദിവസം എങ്ങനെ തുടങ്ങും? ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം അങ്ങനെ തുടങ്ങും. ചിലപ്പോൾ 3 മണി വരെ രാത്രി ഉറക്കം വെച്ചിരിക്കുകയാണെങ്കിൽ വേറെ രാവിലെ പരിപാടി ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത്രയും നേരം കിടന്നുറങ്ങും. എന്നിട്ട് എഴുന്നേക്കും. വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഈ ഇടയായിട്ട് പ്രൊമോഷനും പടങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എന്താണോ നമ്മുടെ അല്ലാതെ ഞാൻ രാവിലെ 5 മണിക്ക് വിളിക്കും ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ. ഏതാ ഒരു ചിട്ടയില്ലാത്ത ജീവിതം തന്നെയാണ്. ഇച്ചിരി ചിട്ട വന്നാൽ കൊള്ളാവുന്നുണ്ട്, ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു 4-5 ദിവസത്തേക്കുള്ള അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു സിനിമ എന്നെപ്പോലൊരു ആൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് നമ്മുടേതായ ഒരു സമയം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളുടെ സമയം അനുസരിച്ച് നീങ്ങേണ്ടവരാണ് നമ്മൾ. ഇപ്പോൾ ഇവിടെ പ്രൊമോഷൻ രാവിലെ 7 മണിക്ക് വല്ലതും പറയാൻ ഏറ്റാൽ ഞാൻ 7 മണിക്ക് വരും. അപ്പം നമ്മൾ ഒരു 2 മണിക്കൂർ ജിമ്മിൽ പോയാലോ എന്ന് വിചാരിച്ചാൽ നടക്കുമോ? അപ്പം നമ്മൾ മറ്റുള്ളവർക്കിടെ ഞാൻ അതങ്ങനെയാണ് ജീവിക്കുന്നത്. നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൻ്റെ MD ഒന്നും അല്ലായിരുന്നു. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ടൂളാണ്. അവർ പറയുന്നത് പോലെ കാശും മേടിക്കുന്നുണ്ട്, വേറെ കാര്യം. ഹാപ്പിയാണ് ഞാൻ. ഈ പ്രവചനങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ദിലീപേട്ടനോട് ശ്രീവിദ്യാമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, വലിയൊരു ഹീറോ ആവും നീ, നന്നായി വരും. അല്ലെങ്കിൽ ഇപ്പൊ ബിന്ദുവിനെ പറ്റി പലരും പറയുന്നു നല്ലൊരു നടനായി വരും. ബിന്ദുവിനെ പറ്റിയിട്ട് പലരും പറയുന്നു ഇയാളൊരു സംവിധായകനാവും. അങ്ങനെ സിദ്ദിഖിയുടെ കരിയറിൽ എപ്പോഴെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റാവുന്ന ഒരു വേഴ്സിറ്റൈലായ നടനാവും, പല ഈ ലെജൻസിന്റെ ഒക്കെ കാറ്റഗറിയിലേക്ക് നീ വരും, അങ്ങനെ പ്രവചിച്ച ആളുകളുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ പ്രവചിച്ചിട്ടില്ല. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്താൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ട്രൈ ചെയ്യണം എന്നൊക്കെ പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചില കാര്യങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ളൊരു മൈനസ് എന്താണെന്ന് കണ്ടിട്ട് അതൊക്കെ പലരും കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ ആരും പ്രവചിച്ചിട്ടൊന്നുമില്ല, ഞാനും പ്രവചിച്ചിട്ടില്ല ഒന്നും. അപ്പം ഞാനെപ്പോഴും ആലോചിക്കാറുള്ളത് അങ്ങനെ നാളെ ഒരാൾ ഇയാൾ എന്താവും എന്നൊക്കെ ഉള്ളത് ഇയാളുടെ ഒരു ആഗ്രഹം പറയാനേ പറ്റുള്ളൂ. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ചില ആളുകളുടെ ഒരു ഇഷ്ടം തോന്നും. അല്ലെങ്കിൽ ഇയാളെ കണ്ടു കഴിയുമ്പം
ഇൻഡ്യൂഷൻസ് ആണ്. അയാൾക്ക് നന്നാവും എന്നൊരു തോന്നൽ വരും. അത് പറയാം, അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ശരിയായാൽ അത് ശ്രദ്ധിക്കപ്പെടും. ശരിയാവാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ചില ആളുകൾ വന്നിട്ട് പറയില്ലേ, എങ്ങനെ പോയാലും നമ്മൾ 25,000 വോട്ടിന് ജയിക്കും എന്ന് പറഞ്ഞിട്ട് 45,000 വോട്ടിന് തോക്കും. അപ്പോൾ നമ്മളത് അവരാ പ്രവചിച്ചതിനെ അവർ കുറ്റം പറയാറൊന്നുമില്ല, അത് അയാളുടെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ഒരുപാട്. ഇപ്പം ചില ആളുകൾ വന്നിട്ട് ചില തമാശകളൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പം അത് ചില ആളുകളെ ഹേർട്ട് ചെയ്യും. അപ്പം ഈ ഹേർട്ട് ചെയ്യപ്പെട്ട ആൾ പറയും, നീ നോക്കിക്കോ, എന്റെ വാക്കാണ്, ഇവൻ ജീവിതകാലം രക്ഷപ്പെടില്ല, അവൻ അടുത്ത മാസം സൂപ്പർ സ്റ്റാറായി കണ്ടിട്ടുണ്ട്. അത് അയാളുടെ മിടുക്കാണ്. ഇയാൾക്കൊരു വിഷമം ഉണ്ടായതുകൊണ്ട് അയാൾ പറയുന്നുള്ളൂ. അപ്പൊ പ്രവചനത്തിന് അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കേ കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന ഒരാൾ ലോകത്തിലില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധി എന്ന് മരിക്കുമെന്ന് പ്രവചിച്ച ആൾ ഇന്ദിരാഗാന്ധി മരിച്ച് 10 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ അയാൾ കാണുള്ളൂ. അതെ, രാജീവ് ഗാന്ധി മരിക്കുമെന്ന് പ്രവചിച്ച ആളെ ഞാൻ കണ്ടത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്. എന്നാൽ അയാൾ ഞാൻ നാളെ ആര് മരിക്കും എന്നുള്ളതൊട്ട് പറയാറുമില്ല. ഈ മരിച്ച ആളുകളുടെ കാര്യമൊക്കെ ഞാൻ പ്രവചിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ഒരു കഴിവ് മനുഷ്യന് ദൈവം കൊടുത്തിട്ടില്ല. ചില ആളുകൾ കണക്ക് കൂട്ടിയിട്ട് അടുത്ത് നമ്മൾ കാലാവസ്ഥയൊക്കെ പ്രവചിക്കുന്ന എത്രയോ ശാസ്ത്രീയമായ പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ പോലും മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അതവർ പറയും, അതിനൊക്കെ ഒരു പ്ലസ് ഓർ മൈനസ് ഇത്ര. കാരണം നമ്മൾ ഈ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വ്യതിയാനങ്ങൾ പെട്ടെന്ന് സംഭവിക്കാം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളിപ്പോൾ ജർമ്മനിയിലോ അല്ലെങ്കിൽ UK പോയി കഴിഞ്ഞാൽ 6:26 തൊട്ട് 7:34 വരെ മഴ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് അത് അവിടെ കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മളുടെ ഈ ട്രോപ്പിക്കൽ കണ്ടീഷൻസിൽ അത് പറ്റും, നമ്മുടെ ഇവിടെ അത് അത്ര പറ്റും. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നതുപോലെ വേറൊരാളുടെ ഭാവിയൊന്നും, എന്നാൽ ഭാവി പ്രവചിക്കുന്ന ഒരുപാട് പേരില്ലേ, കൈ നോക്കുന്ന ആളുണ്ട്, അത് വിശ്വസിക്കുന്ന ആളുണ്ട്, വിശ്വസിക്കാത്ത ആളുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരിക്കലും മറ്റൊരാളുടെ ഭാവി എന്താണെന്ന് വേറൊരാൾക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ്. പിന്നെ അവരുടെ ഒരു ആഗ്രഹവും അവരുടെ ഒരു പ്രതീക്ഷയും വെച്ചിട്ടുള്ളൊരു കണക്കൂട്ടലുകൊണ്ടാണ് ആ പറയുന്നത്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, സിദ്ദിഖ് റിയൽ ലൈഫിൽ പറയുന്ന തമാശകളുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ 25,000 വോട്ടിന് ജയിക്കുന്നു പറഞ്ഞാൽ എന്തായാലും 45,000 വോട്ടിന് തോറ്റിരിക്കുന്നു പറയുന്ന സമയത്ത് സിദ്ദിഖയുടെ മുഖത്ത് വലിയ ഇമോഷൻ ഒന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് ആ ചിരി വരുന്നത്. ഇത് കുറെ കാലമായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു മാഷ് സാറിനോട് ചോദിക്കുന്നു, ഈ പൈപ്പുകളെല്ലാം സിലിണ്ടറിക്കൽ ഷേപ്പിൽ എന്താണ് ഇരിക്കുന്നത്. അപ്പൊ സിദ്ദിഖ് ഒരു ഭാവമാറ്റം ഇല്ലാതെ അദ്ദേഹത്തിനോട് പറയുന്നത്, അത് ഞാനല്ല ഉണ്ടാക്കിയത്, അത് അയാളോട് ചോദിക്കണോ എന്നുള്ളത്. ഇതൊരു എക്സ്പ്രഷനും ഇല്ലാതെ പറയുന്നത്. ഈ എക്സ്പ്രഷൻ ഇല്ലാതെ തമാശ പറയുന്നതാണ് വർക്കുന്ന എങ്ങനെ മനസ്സിലായി? എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ കാശ് കൊടുക്കണം. അല്ല, കൂടുതൽ എൻ്റെ എക്സ്പ്രഷൻസ് വരുന്നത് മറ്റുള്ളവർ തമാശ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ചിരി വരിക. നമ്മളിത് പറയുന്നത് ഒരു തമാശ ആവണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല. അത് ആ പറയുന്ന കാര്യത്തിന് മറ്റയാളുടെ മനസ്സിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടെ അയാളുടെ മനസ്സിൽ തറക്കും എന്നുള്ളൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ടുള്ള തോന്നലുകൊണ്ട് അങ്ങനെ അല്ല, തമാശ പറയുന്ന ഒരുവിധം എല്ലാരും അമ്പിളിച്ചേട്ടനൊക്കെ സീരിയസ് ആയിട്ടുള്ള തമാശ പറയുള്ളൂ. അമ്പിളിച്ചേട്ടൻ്റെ വായിന്ന് പറഞ്ഞ തമാശ അമ്മാതിരി തമാശ. ചിലര് ഒരുപാട് ചിരിച്ചിട്ട് തമാശകൾ പറയുന്ന ആളുണ്ട്. ഇപ്പൊ ശ്രീനിവാസൻ ഭയങ്കരമായിട്ട് ചിരിക്കും ശ്രീനിവാസൻ തമാശ പറയുന്ന സമയത്ത്. ശ്രീനിയുടെ ആ ചിരി കാണാനും ഭയങ്കര രസമാണ്. ചിലർ ഭയങ്കര ചിരിച്ചിട്ടാണ് അത് പറയാം. അത് അങ്ങനെയുണ്ട്. ഞാനത് തമാശ പറയാൻ വേണ്ടി പറഞ്ഞതുമല്ല, തമാശയല്ല, അത് പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ജയചാന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു 2 വർഷം എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ ശ്രീകാന്ത് കോട്ടക്കൽ എന്ന് പറഞ്ഞ പത്രപ്രവർത്തനുണ്ട്. ശ്രീകാന്തിന്റെ തുടക്കകാലത്ത് മാതൃഭൂമിയിൽ ജോലി കിട്ടിയിട്ട് ആദ്യം കൊടുത്ത അസൈൻമെന്റ് വീക്കെൻഡ് ഇന്റർവ്യൂ എടുക്കാനാണ്. വേഗം ഇയാള് തിരുവില്ലാമല വേറെ പോയി ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിൽ കയറി തിരുവില്ലാമല ചെന്ന് ഓട്ടോറിക്ഷ കയറി വീക്കെൻഡ് വീട്ടിൽ ചെന്നു. അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞില്ല, പോയിക്കാം, ഞാൻ കുറച്ച് സമയം എടുക്കും. ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ചെന്ന് വീക്കെൻഡ് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ മാതൃഭൂമിന്നാണ് പറഞ്ഞപ്പോ തന്നെ വീക്കെൻഡ് ഓട്ടോറിക്ഷക്കാരനത് അറിയാം, അങ്ങനെ ഒന്നും ഇന്റർവ്യൂ കിട്ടൂല എന്നറിയാം. അപ്പൊ അന്നാണ് ശ്രീകാന്തിന് മനസ്സിലാണ് വീക്കെൻഡ് ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ടൊരു ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, അങ്ങ് ജനറൽ ചാത്തൻസ് എഴുതുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളും നാട്ടിൻപുറത്തെ ചില കഥാപാത്രങ്ങളും തമ്മിൽ, നാട്ടിൻപുറത്തെ അമ്മിണിയമ്മയും അവിടുത്തെ നാണുവരെയും തമ്മിലും ബന്ധപ്പെടുത്തും. അല്ലെങ്കിൽ നാട്ടുപുറത്തൊരു കഥ എഴുതുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനും അത് എന്താണ് അങ്ങനെ ഒരു വൈരുദ്ധ്യം ചെയ്യുന്നതെന്ന് വളരെ പ്രിപ്പയർ ചെയ്തിട്ട് ചോദിച്ചാൽ, ഇങ്ങനൊരു വൈരുദ്ധ്യം കാണിക്കുന്നത് എന്താണ് ഒരു നാട്ടിൻപുറത്തുകാരനെയും വല്ല ഇത്, അതെന്താ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? വീക്കെൻഡ് എണീറ്റിട്ട് പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇന്റർവ്യൂ തീർന്നു.
ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തമാശകളായിട്ട് ഞാൻ ഒരുപാട് ചിരിക്കുന്ന തമാശകൾ ഇതൊക്കെയാണ്. ശ്രീനിവാസൻ ഒരു പടത്തിൽ ഒരാളെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഞാൻ മാധവൻ നായരുടെ മകനാണല്ലേ? അപ്പൊ അവൻ അല്ല, മാധവൻ നായർ എൻ്റെ അച്ഛൻ, ഉറപ്പാണോ? ഇതാണ് ഹ്യൂമർ. ഒരു പടത്തിൽ വടക്ക് നോക്കിയതല്ലേ, ചായ വേണോ സാർ? വേണ്ടി വന്നേക്കും. ഇവിടെ നല്ല കാറ്റുണ്ട്, അത്രയും കാറ്റുണ്ട്. കോമഡിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഈ യൂട്യൂബിൽ അമ്പിളിച്ചേട്ടൻ ഒരു ഇതില് ഒരു പോലീസുകാരായിട്ട് സ്പീഡിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ഡയലോഗ് ഇല്ല. കുറെ ആൾക്കാർ ഡ്രൈവേഴ്സ് അങ്ങനെ നിൽക്കുകയാണ്. സ്റ്റേഷനിലേക്ക് കയറിപ്പം ഒരുത്തനെ കണ്ടു പോണ പോകണേ ലൈസൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ അത് സിനിമയിലെ അമ്പിളിച്ചേട്ടൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പുള്ളി മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ലല്ലോ, പുള്ളിക്ക് മൊബൈലില്ല. അപ്പൊ വേറൊരു പയ്യനിങ്ങനെ മൊബൈൽ ഫോൺ എടുത്തിട്ട് വിളിച്ച് നോക്കുന്നു. അപ്പൊ അമ്പിളിച്ചേട്ടൻ ചോദിച്ചു, എന്ത് പറ്റി തന്നെയാ? പുതുമുഖാണ്, എന്നിട്ടേ ഉള്ളൂ. ഇപ്പം പറഞ്ഞു, ഇവിടെ റേഞ്ച് ഇല്ല ചേട്ടാ. ആ, ഇതാ കുഴപ്പം, അഭിനയിക്കാന്നും പറഞ്ഞ് വരും, റേഞ്ച് ഒട്ട് കാണുകയില്ല. അഭിനയത്തിന്റെ റേഞ്ചാണ് അങ്ങനെ. നല്ല സ്പോണ്ടേനിറ്റി ഉള്ള ആളാണ് അമ്പിളിച്ചേട്ടനൊക്കെ. ഇപ്പൊ ഈ യൂട്യൂബ് ഷോർട്സിലൊക്കെ തന്നെ ഈ 1:1, അതായത് സ്കോർ ബോർഡ് വെച്ചിട്ട് ഈ CID മൂസയുടെ സീൻസിനെ ആളുകൾ ആനിമേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് പട്ടിയോടെ എൻ്റെ മുമ്പിൽ നിൽക്കല്ലേ, അപ്പൊ ദിലീപേട്ടന് 1 കിട്ടി. അതല്ല, കുരയ്ക്കുന്ന പട്ടിയോടെ എൻ്റെ മുമ്പിൽ നിന്ന് കുരയ്ക്കല്ല, അപ്പൊ ദിലീപേട്ടൻ പിന്നെ 2 സ്കോർ ചെയ്തു. അർജുനൻ എവിടെ, അത് കൃഷ്ണനോട് ചോദിക്കണം. അതിന് 4-0 കളി അവസാനിച്ചു. അങ്ങനത്തെ ഷോർട്സ് വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ഈ ഇങ്ങനെ സ്കോർ ബോർഡ് പോലെ സെറ്റ് ചെയ്യണം, ഇങ്ങനെ തന്നെയായിരുന്നു അന്ന് CID മൂസയുടെ സീൻസ് ഡിസൈൻ ചെയ്തിരുന്നത്? ഒരുപാട് കൗണ്ടറുകൾ നമ്മൾ സ്ക്രിപ്റ്റിൽ മാറ്റം ഉണ്ടായിരുന്നതുകൊണ്ടും കൗണ്ടറുകൾ കൂടി ഒരുപാട്. ഇപ്പം ദിലീപിൻ്റെ ഒക്കെ കൊണ്ട് എന്നാ പട്ടയെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഓർഡറുമായിട്ട് വരുന്നതോടെ ഉടനെ അപ്പം തോന്നിയതാ, ദിലീപ് മേടിച്ചിട്ട് ഓർഡറാ, അമ്മച്ചേട്ടൻ ഓടാൻ പോകും. ആ ഓർഡറാ, അതൊക്കെ അപ്പം ഉണ്ടായതാ. അങ്ങനെ ഒരുപാട്. ഇപ്പം പിന്നെ മെനു, ആ മെനു വായിക്കുന്നത് ഓരോ അല്ല പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ. ഇപ്പം സ്പോട്ടിൽ ദിലീപ് ഇംപ്രവൈസ് ചെയ്തതാണ്. അതായത് കല്ല് ട്രൂവിനിടെ വീണു, എറിയും. അപ്പോഴാണ് ഇത് വീഴുന്ന ഒരു തല മുട്ടടിച്ചാൽ കിട്ടും. ആ ശങ്കരേട്ടൻ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്നെ കാണാൻ വന്നതാ. ചേട്ടാ കഷണ്ടിയാണോ അതെ, ചേട്ടാ മുട്ടയടിക്കുവാണ് പുള്ളി. പിന്നെന്താ മോനെ തല വിള വെട്ടാവും. മുട്ടയടിക്കുന്ന പുള്ളിക്കേട്ട തല എടുത്തിട്ട് തലപ്പട്ടടിക്കുമ്പോൾ കല്ലുമഴ പെയ്ത് കേട്ടിട്ടേ ഉള്ളൂ. അതൊക്കെ അപ്പം പൊലിച്ചു വരുന്നതാണ്. പക്ഷെ ഇതിൻ്റെ പ്രോബ്ലം, ഇത് ഹീറോയ്ക്കും ആർട്ടിസ്റ്റുകൾക്ക് സജസ്റ്റ് ചെയ്യാം, ഇതപ്പം നമ്മൾ ചെയ്യണം. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് സീൻ ഷിഫ്റ്റ് ചെയ്ത് എടുക്കേണ്ടതായിരിക്കും. പിന്നെ ശങ്കരേട്ടനെ മുട്ടയടിപ്പിക്കണം, അവിടെ ഇരുത്തണം. അതുപോലെ കൊച്ചി രാജാവിലെ എറിയുമ്പോൾ തലയിൽ വീഴ. കൊച്ചി രാജാവില് ദിലീപിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ സ്ട്രെച്ചറിന്റെ ഇത് കംപ്ലീറ്റ് താഴോട്ട് വീണിട്ട് പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു. അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ താഴോട്ട് വീണാലോ എന്ന്. അങ്ങനെ വിത്തൗട്ട് ബ്രേക്ക് 2:30 മണിയായേ. ഇത് മുറിക്കണം, ഈ സാധനം സ്ട്രെച്ചർ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ അങ്ങോട്ട് കളയാൻ പറ്റുമോ? അങ്ങനെ കൊല്ലനെ കണ്ടുപിടിച്ച് വന്നപ്പോൾ 5:30 ഏത് കഴിഞ്ഞപ്പോൾ ഇത് മുറിച്ച്. അത് സീൻ രസമായിരുന്നു, പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യം വരും. കാരണം പ്ലാൻ ചെയ്ത സീൻസ് വരുന്നില്ല. നാളെ അമ്പിളിച്ചേട്ടൻ വരും. നമ്മൾ അങ്ങനെ അങ്ങ് ടെൻഷൻ അടിച്ച് അത് കണ്ട് വളർന്ന ഒരു കാലമാണ്. ഇപ്പം ഞാൻ മൂസ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും ഭയങ്കര റിലാക്സ് ചെയ്ത് തീരുമ്പോൾ തീരട്ടെ എന്ന്. എനിക്കപ്പോഴും നിസാർക്കോടെ വർക്ക് ചെയ്യുന്ന ഒരു പടത്തിൻ്റെ തുളസാറോടെ വർക്ക് ചെയ്യുന്നത്, അത് തീർത്തിട്ട് മറ്റേ എടുക്കാൻ പോകണം. ആ ഒരു ആകുലതയായിരുന്നു നമുക്കെപ്പോഴും. ആദ്യത്തെ പടം ബഡ്ജറ്റ് കൂടരുത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, അങ്ങനെ അത്രമേൽ അധ്വാനം ചെയ്തപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് എനിക്കൊപ്പം കുറേ താരങ്ങൾ നിന്നു. ഇതിലടക്കമുള്ള എല്ലാ താരങ്ങളും, സാലുവേട്ടൻ അടക്കമുള്ള ടെക്നീഷ്യൻസ് എനിക്കൊപ്പം നിന്നു. പ്രകൃതി അനുകൂലമായിരുന്നു. മഴക്കാലത്താണ് ഷൂട്ട് ചെയ്തത്, ജൂൺ ഷൂട്ട് ചെയ്ത് നടക്കുക. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ആ എടുത്ത എഫർട്ടും ഇവനെ എങ്ങനെയും ഒന്ന് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഈ പടത്തിൻ്റെ വിജയത്തിൽ ഞാൻ പറഞ്ഞു വിൻഡോ ഈ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടാവുക എഫർട്ട്. പക്ഷേ ഇതിനു മുമ്പ് വിൻഡോ എടുത്ത പടങ്ങളുടെ എഫർട്ടുണ്ട്. ഞാൻ അസോസിയേറ്റ് ആവുന്ന സമയത്തും അങ്ങനെയാണ്. നമ്മളെടുക്കുന്ന എഫർട്ടുകൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടാതെ പോവില്ല. ഞാൻ എന്താ ചോദിച്ചത്, ഞാൻ എന്താ പറഞ്ഞത്? അതാണ് ദിലീപേട്ട. ഈ ദിലീപേട്ടന്റെ ശബ്ദത്തിന് ഒട്ടും മാച്ച് അല്ലാത്തൊരു ആളാണല്ലോ ഈ പങ്കജദാസ്, ഉദിത് നാരായണൻ. ഇത് തമ്മിലൊരു മിക്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണോ ദിലീപേട്ടനാണ്? ഈ മുന്തിരി പാടം ആ സൗണ്ടും ദിലീപേട്ടന്റെ ഒറിജിനൽ സൗണ്ടും തമ്മിൽ മാച്ച് ഇല്ല. പക്ഷെ പാട്ട് ആളുടെ വോയിസിന് പാടുമ്പോ നല്ല കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞല്ലേ തന്നെയാണ്. അതായത് നമ്മൾ മൂസയിൽ പോകുന്നു, ആ സമയത്ത്
അദ്ദേഹത്തിന്റെ റൺ ഇറങ്ങി, ആ കാതൽ പിസാസ്, ഒരു കിളിഞ്ചൽ വോയിസാ അല്ലേ. ഒരു പുള്ളി ഹിന്ദിയിൽ ഒരുപാട് പാട്ട്, നമ്മുടെ മറ്റേ ഷാറൂഖ് ഖാനൊക്കെ എത്രയോ പാട്ടുകൾ, ആ മറ്റേ ബാപ്പാക്ക് അതൊക്കെ പുള്ളിയല്ലേ, പസായത് ആ പാട്ടൊക്കെ, മറ്റേ കോയാമത്തെ ആ അതിലെ അങ്ങനെ എത്രയോ പാട്ടുകൾ നമുക്കറിയാം. പക്ഷേ ഈ കാതൽ പിസാസ് തമിഴ് പുള്ളി പാടി തുടങ്ങിയപ്പോൾ ഒരു സ്വീറ്റ് ഉണ്ട് പുള്ളി അല്ലേ, ഒരു പ്രത്യേക. അപ്പോൾ നമ്മൾ ചുമ്മാ സാറിനോട് ചോദിച്ചു, ദേവിയോട് ചോദിച്ചു, സാർ അദ്ദേഹത്തെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ആ പാക്കലാമേ, ആ വാക്കാണ്. പിന്നെ ഇതേപോലെ ലെജൻഡ് അല്ലേ വിദ്യാസാഗർ, ഇവർ എന്നോട് കൂടിയപ്പോൾ ഉണ്ടായ ഒരു മിക്സ്. അതിനുശേഷം കൊച്ചി രാജാവിനും പാടി, ആ ഏതാ മറ്റേ മുന്തിരിപ്പാടം. മുന്തിരിപ്പാടം, ആ. പിന്നെ ദിലീപിന്റെ ആസ്ഥാന ഗായകനായി. ഇപ്പൊ ഈ അല്ല ഈ പടത്തിൽ അത് റിപ്പീറ്റ് ആയി. ഞങ്ങളത് മനഃപൂർവ്വം ചെയ്തതാണ്. അതായത് അഫ്സൽ എന്ന് പറഞ്ഞ പാട്ടുകാരൻ ദിലീപേട്ടന്റെ ഇതുപോലെ സ്ഥിരം പാട്ടുകാരനായിരുന്നല്ലോ. യെസ്. അപ്പൊ അതുപോലെ ഉദിതാനാണ്. ഇവര് രണ്ടുപേരെയും അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വീണ്ടും പാടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്താണ്. എന്നിട്ട് എല്ലാവരും പറഞ്ഞു പുതിയ ആൾക്കാരെ വെച്ച് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ആ ഒരു ഓഡിയൻസിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സിനിമ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് ആ കേട്ട് ഇഷ്ടമുള്ള ആളെ തന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചാണ്. അതെന്തുകൊണ്ട് തോന്നുന്നു അഫ്സലിനൊരു പാട്ട് പാടുന്നത്. അഫ്സൽ ഒരു എനിക്ക് തോന്നുന്നു ലക്കി സിംഗറാണ്. സ്പെഷ്യൽ മെൻഷൻസ് ടു ദ കോസ്റ്റ്യൂംസ്, അതും ഭയങ്കര സിങ്കായിട്ട് ഈ പടത്തിൽ വന്നിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. എൻ്റെ അത് പേഴ്സണൽ കോസ്റ്റ്യൂമർ അല്ലേ ചെയ്തിട്ട്? അതെ, വെങ്കിട്ട് സുനിലാണ് ചെയ്തത്. അത് ഇവരൊക്കെ കൂടി ചർച്ച ചെയ്ത്, അവന് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള ചെറുപ്പക്കാരൻ തുടങ്ങി അവൻ എന്നെ കാണാൻ, എൻ്റെ വീടിൻ്റെ അടുത്താണ് അവൻ. പിന്നീട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ കറങ്ങി അവൻ എന്നെ കാണാൻ വേണ്ടി വീടിന് മുമ്പിൽ വെച്ചിട്ട് ബെല്ലടിക്കും, ഞാൻ വിചാരിച്ചിട്ടില്ല. അവൻ പിന്നീട് അവൻ ബാംഗ്ലൂരിൽ പോയി ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച് കറങ്ങി വന്ന് അങ്ങനെ ഇപ്പൊ നമ്മുടെ കൂടെയാണ്. അപ്പൊ എന്താണ് ഏതും തരത്തിലെ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെ പിന്നെ അത് ഇവരൊക്കെ കൂടി ചേർന്നിട്ടുള്ള പരിപാടികളാണ്. എന്തായാലും അവൻ കറക്റ്റായിട്ട് എല്ലാവരും അതിനെ എടുത്തു പറഞ്ഞു. വലിയ സന്തോഷം. സാധാരണ ആലുവക്കാരൻ മലയാള സിനിമയുടെ തന്നെ അയൽപ്പക്കക്കാരനായ ഒരു ചരിത്രമുണ്ട് ദിലീപ് എന്ന നടന്. അത് ഇനിയും തുടരട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.